BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസ ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസിനിടെ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാഗ്പോര്. നോട്ടീസിന് മന്ത്രി മറുപടി പറയുന്നതിനിടെ വനം മന്ത്രി ഇടപെട്ട് സംസാരിച്ചത് ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് മന്ത്രിയെ അപമാനിച്ചെന്ന് ആരോപിച്ച് ഭരണപക്ഷം രംഗത്ത് വന്നതോടെ സഭയിൽ ബഹളമായി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയായില്ല എന്ന പരാമർശം സ്പീക്കറും പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. സജി ചെറിയാൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം വലിയ തോതിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട്. ഒരു മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി ഇടപെട്ട് സംസാരിച്ചു. സ്പീക്കർ പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും ചെയ്തു. ഫിഷറീസ് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു മന്ത്രിയുടെ ഇടപെടലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കഴിവുകേട് എന്ന പരാമർശം വന്നതോടെ സ്പീക്കർ ഇടപെട്ട് താങ്കളെ പോലെ സീനിയറായ ഒരാളിൽ നിന്ന് അത്തരം പരാമർശങ്ങൾ ഉണ്ടാകരുതായിരുന്നു. ഒരു മന്ത്രി കഴിവുകെട്ടവരെന്ന പരാമർശം പിൻവലിക്കണം. താൻ ആരെയും അപമാനിച്ചിട്ടില്ല, അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് പറയുന്നത് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്ന് പിണറായി ചോദിച്ചു. പിണറായി വിജയന് മുഖ്യമന്ത്രിയായ സമയത്ത് അടിയന്തര പ്രമേയം വന്ന പല ഘട്ടങ്ങളിലെല്ലാം മന്ത്രിമാർ സംസാരിക്കുമ്പോൾ നിയമന മന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും ഇടപെട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് സഭയിലുണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. സജി ചെറിയാൻ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് വഴങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ MLA വഴങ്ങിയില്ല. ആ ഒരു കാര്യമാണ് ഫിഷറീസ് മന്ത്രി സംസാരിക്കുന്നതിനിടെ വനം മന്ത്രി പറഞ്ഞത്. വളരെ വൃത്തിയായിട്ടാണ് ഫിഷറീസ് മന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകിയത്. പിണറായിയെ പോലെ സീനിയറായ ഒരാളിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകരുതായിരുന്നു. ഫിഷറീസ് മന്ത്രിയെക്കുറിച്ചുള്ള പരാമർശം പ്രതിപക്ഷ നേതാവ് പിൻവലിക്കണം, അല്ലെങ്കിൽ അത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആദ്യം കാണേണ്ടത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമമന്ത്രിയോ പാർലമെന്ററി മന്ത്രിയോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മന്ത്രിമാർ സംസാരിച്ച ശേഷമാണ്. അത് അല്ല ഇവിടെ ഉണ്ടായത്. ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ മന്ത്രിയാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹം ഒരു പുതിയ മന്ത്രി ആയതുകൊണ്ട് നേരത്തെ മന്ത്രി ആയിരുന്ന ആൾ ഇപ്പോൾ പുതിയതായി വന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഇടപെടലാണ് ഉണ്ടായത്. അതിന്റെ അർത്ഥം ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്നല്ല എന്ന് പിണറായി പറഞ്ഞു. മത്സ്യബന്ധന മേഖലയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ബഹുമാനായ സജി ചെറിയാൻ അവതരിപ്പിച്ച വിഷയം അത് വലിയ തോതിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പ്രതികൂലമായി ബാധിച്ചു എന്നതാണ് നൽകിയ മറുപടികളൊക്കെ കാണിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ ബഹുമാനായ മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബഹുമാനായ മന്ത്രി ഇടപെടുകയും അങ്ങ് പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും അങ്ങനെ അദ്ദേഹം ബഹുമാനായ ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ അങ്ങ് ദയവായിട്ട് അങ്ങ് അത് പറഞ്ഞിട്ടുണ്ടായി. അങ്ങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പാടില്ലല്ലോ. മറ്റൊരു മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് അങ്ങേപ്പോലെ ഒരാള് സഭയിൽ പാടില്ലാത്തൊരു കാര്യം നടന്നാൽ അത് വിട്ടുകള അദ്ദേഹം തന്നെയാണ് മനസ്സിലായി. ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ലാലോ. അങ്ങേക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ ഇടപെടാൻ പാടില്ല. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ. അങ്ങനെ ദയവായിട്ട് പ്ലീസ് സഭ ഓർഡറിലാക്കൂ. പ്ലീസ് ഇരിക്കൂ. നിങ്ങൾ ഇരിക്കൂ. അദ്ദേഹം ഹീസ് ഓൺ ഹിസ് ലെഗ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോണ്ടിരിക്കുക. അതിനെ നിങ്ങൾ ഒബ്ജക്ട് ചെയ്യണോ? അവിടെ ഇരിക്കൂ. അദ്ദേഹം സംസാരിക്കട്ടെ. ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. അടിയന്തര പ്രമേയത്തിന് പ്ലീസ് സർ
ഞാനത് എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എന്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വിട്ടുകയാണ്. അദ്ദേഹം പറയട്ടെ, അതിനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കൂ. ഞാൻ എന്റെ അഭിപ്രായത്തെ കുറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നടപടി എന്ത് എന്നുള്ളത് അദ്ദേഹം പറയും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇരിക്കൂ. സർ, ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് പാടുണ്ടോ? അതാണ് പ്രശ്നം. മുഖ്യമന്ത്രിക്ക് സർ, അങ്ങ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ അടിയന്തര പ്രമേയം വന്ന ഘട്ടങ്ങളിലെല്ലാം പല സന്ദർഭങ്ങളിൽ പല മന്ത്രിമാരും മറുപടി കൊടുക്കുന്ന അവസരത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി, ലോ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അതിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് ഈ സഭയിലുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് റെക്കോർഡിലുണ്ട്. ഇവിടെ ശ്രീ സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനോട് വഴങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല. ആ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു വിഷയമാണ് ശ്രദ്ധയിൽ പഴയ ഒരു കാര്യം ആണ് അദ്ദേഹം പറഞ്ഞത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി മറുപടി വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു. അത് ഒരിക്കലും അങ്ങയെ പോലുള്ള ഒരാൾ ആ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സഭാ നടപടികളിൽ നീക്കം ചെയ്യണം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആദ്യം കാണേണ്ടത്, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പാർലമെന്ററി കാര്യമന്ത്രിയോ നിയമമന്ത്രിയോ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നയാളുടെ സംസാരം അവസാനിച്ചതിന് ശേഷമാണ്. അതല്ല ഇവിടെ ഉണ്ടായത്. ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മന്ത്രിയായി ഇരുന്ന ഒരാൾ ഇപ്പൊ പുതുതായിട്ട് വന്നയാൾക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഒരു ഇടപെടൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്നല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ ഏതായാലും മത്സ്യത്തൊഴിലാളി മേഖലയിൽ അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കാൻ നോക്കിയാലും നമ്മുടെ കടലിന്റെ മക്കൾ വല്ലാത്ത ആശങ്കയിലാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.